ഉയർപ്പ് 6-ാം ചൊവ്വ. ബെത്സേദ കുളക്കടവിലെ രോഗശാന്തിയെ ചോദ്യം ചെയ്തപ്പോൾ അത് ദൈവിക പ്രചോദനമനുസരിച്ചാണ് താൻ ചെയ്യുന്നതെന്നും ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നുവെന്നും യേശു അവരെ അറിയിക്കുന്നു. അതിനാൽ ദൈവിക പ്രവൃത്തി ചെയ്യുന്ന തന്നെ ആദരിക്കാതിരിക്കുന്നത് ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണത്രേ. പ്രവാചകനെന്ന് അവർ അംഗീകരിച്ച സ്നാപയോഹന്നാൻ എപ്രകാരമാണ് തന്നെ ആദരിച്ചതെന്ന് യേശു വ്യക്തമാക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ മുഴുവൻ അവനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവചനങ്ങളായിരുന്നു. അതിൻ്റെ പൂർത്തീകരണമാണ് യേശു. അതിനാൽ ലൗകികരായ ആരുടെയും മഹത്വം യേശു ആഗ്രഹിക്കുന്നില്ല. ദൈവമഹത്വം ഒന്ന് മാത്രമാണ് യേശുവിന് ആവശ്യം. എന്നാൽ മനുഷ്യൻ്റെ മഹത്വം തേടുന്നവരാണ് നാം. ദൈവവിശ്വാസമുണ്ട് എന്ന് പറയുകയും അതിന് കടകവിരുദ്ധമായി മനുഷ്യർ പ്രീതിക്കായി ജീവിക്കുകയും ചെയ്യുന്നവരാണ് നാം. മനുഷ്യരിൽ ആശ്രയം വയ്ക്കുന്നവരെ സ്വന്തം മക്കൾ പോലും തള്ളിപ്പറയുന്ന കഥകൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവപ്രീതിക്കായി ജീവിക്കുന്നവരെ തക്ക സമയത്ത് ദൈവം താങ്ങിക്കൊള്ളും. നമ്മുടെ ഉള്ളങ്ങളിലെ ആകുലതകളും തേങ്ങലുകളും കാണുന്നവൻ ദൈവമാണ്. മറ്റാരിലും നമുക്ക് ആശ്രയമില്ല.